നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ടർ ചാനലിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ടർ ചാനലിന് ഓഹരി കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ആ ഓഹരികൾ എങ്ങനെയൊക്കെയോ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോഴത്തെ മരം വെട്ട് മുതലാളിമാരുടെ അടുത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. MV നികേഷ് കുമാർ വലിയ തുകയും വാങ്ങിച്ച് സ്ഥലം വിട്ടു. പക്ഷെ ഡയറക്ടർമാരായി ഇപ്പോഴുമുള്ളത് നികേഷും റാണിയുമാണ് എന്ന് തന്നെയാണ് സൂചന. ഏതായാലും ഇങ്ങനെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ അധികകാലം ഈ ചാനലിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പ്രോഗ്രാം തന്നെ നമുക്കറിയാം, സുജയ പാർവതി വെച്ചൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരുന്നു. ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ കയറി BJPയെ അങ്ങ് മാന്തുകയും ചെയ്യും. ഏതായാലും സാബു ജേക്കബിനോട് കളിക്കാനിറങ്ങിയ റിപ്പോർട്ടർ മുതലാളിമാർക്ക് ഒരു രക്ഷയും ഇല്ലാതായി വന്നിരിക്കുന്നു. ഇതിനു മുമ്പേ തന്നെ വലിയൊരു തിരിച്ചടി കിട്ടിയതാണ്. ബംഗളൂരു ഹൈക്കോടതിയിലേക്ക് ഒരു വലിയ പരാതിയുമായി ഇവർ പോയിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തങ്ങളെ ആക്രമിക്കുന്നു എന്നതായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. അതുപ്രകാരം കോർട്ടിൽ നിന്ന് ഓർഡർ സമ്പാദിച്ച് യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകി ഇതുവരെ ചെയ്തിട്ടുള്ള വാർത്തകളൊക്കെ റിമൂവ് ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തു. അവസാനം പരാതി പിൻവലിച്ച് അങ്ങോട്ട് പിഴയും ഒടുക്കി ഇങ്ങോട്ട് ഓടിപ്പോകേണ്ടി വന്നു മരം വെട്ട് മുതലാളിമാർക്ക്. അതിൽ പിന്നെ ഒരല്പം അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും വാർത്തകളുടെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും ഇടതുപക്ഷത്തിന് വേണ്ടി കുഴലൂതുന്ന ഇവരെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിന് ക്ലിയറൻസ് നഷ്ടപ്പെടുമ്പോൾ ചാനലിന്റെ ഭാവി തന്നെ അവതാളത്തിലാവുകയാണ്. ചാനൽ ഇനി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരെത്തും പിടിയും മുതലാളിമാർക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ അറിയിച്ച സ്ഥിതിക്ക് കോടതിയുടെ വിധി വരുന്നിടം വരെ കാക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ ചെയ്യുകയും ആ ചാനലുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ചു എന്ന തരത്തിൽ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നും സൂചനകളുണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മണിക്കൂറുകളോളം ED അടക്കമുള്ള ഏജൻസികൾ നികേഷ് കുമാറിനെ ചോദ്യം ചെയ്തതാണ്. പക്ഷെ നികേഷ് കുമാർ എങ്ങനെയോ ഇത് കൈമറിഞ്ഞ് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇപ്പോൾ CPM പാളയത്തിലെത്തി സീറ്റ് കിട്ടുമെന്നൊക്കെ മോഹിച്ചിരുന്നു. പക്ഷേ ഇത്തവണ സീറ്റൊന്നും കിട്ടിയില്ല. എങ്കിലും സോഷ്യൽ മീഡിയയിൽ ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ട് നേതാക്കന്മാരെയൊക്കെ കോമാളിയാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് പറ്റിയത് മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു. മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് CPMന് വേണ്ടി കുഴലെത്താൻ ഇറങ്ങിയതാണ് അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. നല്ലൊരു മാധ്യമപ്രവർത്തകനായിരിക്കേണ്ട സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോയത് വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ശരിക്കുമുള്ള ഇമേജ് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ നികേഷ് കുമാർ ഇന്ന് നിഷ്പ്രഭനായി തന്നെ നിൽക്കുകയാണ്. ഏതായാലും CPMന് വേണ്ടി കുഴലൂതി എത്ര കാലം മുന്നോട്ട് പോകുമെന്നറിയില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും പ്രതിരോധത്തിന്റെ നിഴലിലാകുന്നത് നികേഷ് കുമാർ കൂടിയാണ്.